കയ്യിലൊരു വടി കിട്ടിയാൽ നിരന്തരം അതുകൊണ്ടിങ്ങനെ അടിക്കേണ്ട ഒരു സംഘടനയൊന്നും അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, അത്തരത്തിലുള്ള ഒരു സംഘടനയെ കയ്യിലൊരു വടി കിട്ടിയാൽ അത് ഒരു ദിവസം മനസ്സിലാക്കുക, ദിവസങ്ങളോളം ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന അത്ര ഭംഗിയല്ല. ഇവിടെ പല കാര്യങ്ങളുണ്ട്, അതൊന്നും എടുക്കാതെ കയ്യിലൊരു വടി കിട്ടിയാൽ സമസ്തയെ പോലുള്ള ഒരു സംഘടനയെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. സമസ്തയുമായി കൂടിയാലോചിക്കേണ്ട കാര്യമില്ല, സമസ്തക്കാർക്ക് തന്നെ അറിയാം, അവർക്ക് ഇതിൽ നേരിട്ട് ഇടപെടാനുള്ള റേറ്റ് ഇല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നത മുഷാവറ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്. അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കെടരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. അവരാണ് വാഫി വിഷയത്തിലാകട്ടെ, സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമൂഹികമായ മറ്റു കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലാകാലങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുകൾ എടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവരെ മറികടക്കാൻ ആരും തന്നെ മെനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഫി ഒരിക്കലും എടുത്തു കളയാൻ കഴിയില്ല. ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തത് സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത്. അത് ഇയാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. വലിയ അടവ് പിടിപ്പിക്കണ കള്ളന്മാര് ജാമ്യ ശുദ്ധീകരിക്കണത്തല്ല, വല്ല ശുദ്ധീകരണം നമുക്ക് മറ്റേ മത്തായി പറഞ്ഞ മാതിരിയാണ്. നീ ആളൊരു കൊമ്പനാടാ, കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. എന്റെ ചോരയ്ക്ക് ലേശം കൊഴുപ്പ് കൂടുതലാണ്.